സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ഈ ഭൂമുഖത്ത് കണ്ണുകളെ തുറക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഈ കഴിഞ്ഞ ദിവസം തായ്ലൻഡിലുണ്ടായ അതിഭയാനകമായ ഭൂകമ്പത്തിലെ മരണസംഖ്യ 2000 കടന്നതായി കേൾക്കുന്നു. ഇതൊരു പക്ഷേ കണ്ടെടുത്തിട്ടുള്ള മൃതശരീരങ്ങളുടെ എണ്ണമായിരിക്കാം. എന്നാൽ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ മൃതശരീരങ്ങൾ ഉണ്ടായിരിക്കാം, ജീവനോടെയുള്ള എത്രയോ പേർ ഉണ്ടായിരിക്കാം എന്നുള്ളതും വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. സാധാരണയായി ഭൂകമ്പമുണ്ടാകുന്ന ഇടങ്ങളിലെല്ലാം ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഏകദേശമെങ്കിലും മരണസംഖ്യ അറിയുവാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും മരണസംഖ്യ ഇനിയും ഉയരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ ഭൂകമ്പത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നാം കാണുകയുണ്ടായി. എത്ര ഭയാനകമായ ഒരു സമയമായിരുന്നു അത് എന്നുള്ളത് ചിന്തിക്കുവാൻ സാധിക്കും. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ആടിയുലയുന്ന കാഴ്ച അതിഭയാനകമായ കാഴ്ച തന്നെയായിരുന്നു. വലിയ വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടിയിറങ്ങുന്നതായ കാഴ്ച, അലമുറയിട്ടുകൊണ്ട് ഓടിയിറങ്ങുന്ന കാഴ്ച അതീവ ദയനീയമായിരുന്നു എന്നല്ലാതെ നമുക്കൊന്നും പറയുവാൻ സാധ്യമല്ല. അപ്രതീക്ഷിതമായ നേരത്തുണ്ടായ അതിഭയാനകമായ ഒരു ഭൂകമ്പമായിരുന്നു അത്. റിക്ടർ സ്കെയിലിൽ 7.7 ആണ് അടയാളപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയാനകമായ ഗുരുതരാവസ്ഥയിലുള്ള ഒരു ഭൂകമ്പം തന്നെയാണ് അവിടെ ഉണ്ടായത്. വലിയ വലിയ ബഹുനില മന്ദിരങ്ങൾ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച ലോകം മുഴുവൻ കാണുകയുണ്ടായി. ഇന്നത്തെ വാർത്തകളിലൂടെ ലോകം കാണുന്ന കാഴ്ച എന്താണ്? വലിയ മണിമാളികകളിൽ പാർത്തിരുന്ന ആളുകൾ തുടർചലനങ്ങൾ ഭയപ്പെട്ട് വീടുപേക്ഷിച്ച് വഴിവക്കിലുള്ള മരങ്ങൾക്കടിയിൽ കിടക്കുന്നതായ കാഴ്ച. അവർക്കിപ്പോൾ അവരുടെ വീടുകളിൽ പാർക്കുന്നത് തന്നെ ഭയമാണ്. ഏത് നിമിഷവും അടുത്ത ഭൂകമ്പം ഉണ്ടായാൽ ഈ വലിയ മാളികകൾ തകർന്നു വീഴും എന്നുള്ള ഭയം അവരെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ വീടുകൾ പോലും ഉപേക്ഷിച്ച് വൃക്ഷങ്ങൾക്കടിയിൽ അവർ അന്തിയുറങ്ങുന്ന കാഴ്ച പരമദയനീയം തന്നെയാണ്. ഒരു ഭാഗത്ത് കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതശരീരങ്ങൾ പുറത്തെടുക്കുന്നതായ കാഴ്ച, മറ്റൊരു ഭാഗത്ത് കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് ജീവനോടെ ആളുകളെ പുറത്തെടുക്കുന്നതായ കാഴ്ച, ഇനിയും വേറൊരു ഭാഗത്ത് ഉറ്റവരെ ഉടവരെ നഷ്ടപ്പെട്ടവരുടെ ദയനീയമായ കരച്ചിൽ. ഇതിലെല്ലാം ഉപരി വീടുപേക്ഷിച്ച് വഴിവക്കിലുള്ള മരത്തണലിൽ അഭയം തേടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. എത്ര ദയനീയമായ ഒരു കാഴ്ചയാണിത്. വാസ്തവത്തിൽ ഇതൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഈ വലിയ ഭൂകമ്പം ലോകത്തോട് വിളിച്ചു പറയുന്ന സത്യം എന്താണ്? ഏത് മനുഷ്യൻ്റെയും ആയുസ് വളരെ നിസ്സാരമാണെന്നും വളരെ ക്ഷണികമാണെന്നുമുള്ള പരമാർത്ഥം തന്നെയാണ്. വാസ്തവത്തിൽ മനുഷ്യരാരും ആയുസിൻ്റെ ക്ഷണികതയെ സംബന്ധിച്ച് വിചാരിക്കാറില്ല. എല്ലാവരും ദീർഘനാളുകൾ ഇങ്ങനെ ജീവിച്ചിരിക്കും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ തിരുവെഴുത്ത് എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്? 39-ാം സങ്കീർത്തനം 5ഉം 6ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. നോക്കുക, എത്രമാത്രം ക്ഷണികമായ ജീവിതത്തിന്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. ഈ ക്ഷണികമായ ആയുസ്സിലിരുന്നു കൊണ്ട് മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. വാസ്തവത്തിൽ ജീവിതത്തിന്റെ ക്ഷണികതയെപ്പറ്റി ചിന്തിക്കാതെ മനുഷ്യൻ എന്തെല്ലാം അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. മറ്റുള്ളവരെ കൊല്ലുന്നു. കൊലയാളി കരുതുന്നത് താൻ ദീർഘനാളുകൾ ജീവനോടെ ഇരിക്കും എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതവും ക്ഷണികമാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഈ ഭൂകമ്പം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു വസ്തുതയുണ്ട്. 95-ാം സങ്കീർത്തനം 4-ാം വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക, അവൻ നമ്മുടെ ദൈവമാകുന്നു. അതിഭയങ്കരനായ ഈ ദൈവത്തിന്റെ മുൻപിൽ ചെല്ലുവാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ യേശു ക്രിസ്തു എൻ്റെ പാപം പരിഹരിക്കുവാൻ കാൽവരി ക്രൂശിൽ മരിച്ചു എന്നും അവിടുത്തെ പരിപാവനമായ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കിയെന്നും വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപക്ഷമ ലഭിക്കുന്നു. ദൈവം അതിഭയങ്കരനാണെങ്കിലും അവിടുന്ന് സ്നേഹവാനാണ്. ഈ സ്നേഹവാനായ ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അടുത്ത് ചെന്ന് ആരാധിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. മഹത്തായ സന്ദേശം മറക്കാതെ കേൾക്കുവാൻ സ്വർഗീയനാദം, The Heavenly Voice.
ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ